ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിൽ തന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റെടുത്ത് 100 ദിവസം പൂർത്തിയായ ഞായറാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് യൂനുസ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. സ്ഥാനഭ്രഷ്ടയായ ഏകാധിപതി ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടും. ഇക്കാര്യം രാജ്യാന്തര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടർ കരീം ഖാനുമായി ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും മുഹമ്മദ് യൂനുസ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലുണ്ടായ 100 കണക്കിന് മരണങ്ങൾക്ക് കാരണക്കാരായ എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പുറത്തായതിനു പിന്നാലെ ഓഗസ്റ്റ് 5-നാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത്. ഇന്ത്യയിലെ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുകയാണ് ഹസീനയും സഹോദരിയും. സർക്കാർ വിരുദ്ധ കലാപത്തിനിടെ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് ബംഗ്ലാദേശിലെ പ്രത്യേക കോടതി നവംബർ 12-ന് ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 5-നായിരുന്നു ഹസീന രാജ്യം വിട്ടത്. അന്ന് പ്രതിഷേധം നയിച്ച ആന്റി ഡിസ്ക്രിമിനേഷൻ സ്റ്റുഡന്റ് മൂവ്മെന്റ് ആണ് ഇപ്പോൾ പ്രസിഡന്റിന്റെ രാജി ആവശ്യവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹസീനയുടെ രാജിക്കു കാരണക്കാരായ വിദ്യാർത്ഥി പ്രതിഷേധ സംഘം 5 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പ്രസിഡന്റിന്റെ രാജി. 7 ദിവസത്തിനകം രാജിവെക്കണമെന്നാണ് സംഘത്തിന്റെ ആവശ്യം. 1972-ൽ നിലവിൽ വന്ന ബംഗ്ലാദേശ് ഭരണഘടന റദ്ദാക്കണമെന്നും വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ സംഘം ആവശ്യപ്പെടുന്നു.